What's up guys? It's me Nitish again and I'm so happy to see all your smiling faces. So monsoon season ആയി പുറത്തൊക്കെ നല്ല മഴയാണ്, നല്ല അടിപൊളി മഴയാണ്. മഴയൊക്കെ നനഞ്ഞ് മുടിയൊക്കെ ഭയങ്കര വെറ്റായി. അപ്പോൾ ഇനി ഇത് ഉണങ്ങാൻ നല്ല സമയം എടുക്കുമായിരിക്കും, അറിയത്തില്ല. എന്തായാലും കെട്ടി വെക്കാം. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഒരു ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. അതായത് ഒരു പോർട്രേറ്റ് നമുക്ക് എങ്ങനെ ഫോണിൽ എഡിറ്റ് ചെയ്യാന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോർട്രേറ്റ് എഡിറ്റിംഗ് ഇൻ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫോട്ടോസ് നമുക്ക് നമ്മുടെ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ പിമ്പിൾസ്, അതേപോലെ തന്നെയുള്ള ഡാർക്ക് സർക്കിൾസ്, ബ്ലെമിഷസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ റീടച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് റീടച്ച് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് മെത്തേഡ്സോ അല്ലെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസോ കാര്യങ്ങളോ ഒന്നും അറിയണ്ട. ഫോണിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഐസിന്റെ ക്ലാരിറ്റി, സ്കിന്നിന്റെ കളറ്, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നല്ല ഫെയർ സ്കിൻ ആക്കാൻ പറ്റും. അതേപോലെ തന്നെ ഐസിന്റെ ക്ലാരിറ്റി കൂട്ടാൻ പറ്റും. നമ്മുടെ ഫേസിൽ മാത്രമായിട്ടുള്ള സ്പോട്ട് ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബാക്കിയുള്ള ഭാഗം മൊത്തം ബ്ലാക്ക് ആയിട്ട് നമ്മുടെ ഫേസ് മാത്രം നമുക്ക് സ്പോട്ട് ലൈറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് ടെക്നിക്സ് അറിയണമെന്നില്ല, വളരെ അമേച്ചർ ആയിരുന്നാൽ മതി. അതായത് ജസ്റ്റ് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് മെത്തേഡ് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രം, ആ ഒരു സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയൽ, ഈ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ബിഗിനേഴ്സിനുള്ളതാണ്. അതായത് ഫോട്ടോ ഒട്ടും എഡിറ്റ് ചെയ്യാൻ അറിയില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയില്ല ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ചാണ് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. സോ അങ്ങനെയുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിക്ക് ഇൻട്രസ്റ്റ് ഉള്ള, ഫോട്ടോഗ്രാഫി ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് നിങ്ങളെ ഷോക്കാക്കുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കുറച്ചുകൂടി ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കാണാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും റീ അടിച്ചാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ വളരെ ഷോർട്ട് ആക്കുകയാണ്. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ ഇതിനിപ്പോൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഇത് ലഭ്യമാണ്. 22 MB മാത്രമേ ഉള്ളൂ. iOS-ന്റെ ആപ്പ് സ്റ്റോറിലും ഈ സോഫ്റ്റ്വെയർ ലഭ്യമാണ്. എല്ലാവരും സ്നാപ്സീഡ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുന്നത് ടാപ്പ് എനിവേർ ടു ഓപ്പൺ എ ഫോട്ടോ എന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. സോ നമുക്ക് ഇഷ്ടമുള്ള ആ പോർട്രേറ്റ് സെലക്ട് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. അതായത് പോർട്രേറ്റ്, സ്മൂത്ത്, പോപ്പ്, അക്സെൻച്വേറ്റ്, ഫെയ്ഡഡ് ഗ്ലോ, അങ്ങനെ പറയുന്ന ഒരുപാട് പ്രീസെറ്റ്സ് ഉണ്ട്. ആ പ്രീസെറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫോട്ടോയുടെ കളർ ടോണും കാര്യങ്ങളൊക്കെ മാറും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പോപ്പ് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, പക്ഷെ ഈ ഒരു ഔട്ടല്ല നമുക്ക് വേണ്ടത്. നമുക്കിത് മാനുവൽ ആയിട്ടാണ് ചെയ്യേണ്ടത്. സോ ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മോഡലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് ഭയങ്കര ബേൺ ഔട്ടായിട്ട് കിടക്കണം. അതായത് ഭയങ്കര ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് നല്ല സണ്ണി ഡേ ആയിരുന്നു. അപ്പോൾ ഉള്ളി ഷെയ്ഡി വെച്ചിട്ടാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല വെയിലടിച്ച് നല്ല എന്താ പറയുക വൈറ്റ് ഭയങ്കരമായിട്ട് ഓവർ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതാണ് എനിക്ക് മാറ്റേണ്ടത്. കാരണം വെച്ചാൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും വേണം. ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് സബ്ജക്റ്റ് ഷാഡോയിലും ബാക്ക്ഗ്രൗണ്ട് ഓവർ എക്സ്പോസ്ഡും ആയിട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര ബോറാണ് കാണാൻ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ടൂളിലേക്ക് പോവാണ്. ടൂൾ ഓപ്പൺ ചെയ്തു. ട്യൂൺ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെ 3 വര കണ്ടില്ല, അതാണ് നമ്മുടെ സെറ്റിങ്സ്. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്, സാച്ചുറേഷൻ, ആംബിയൻസ്, ഹൈലൈറ്റ്സ്, ഷാഡോസ്.
അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ഈ ഫോട്ടോയുടെ ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ കൂടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ബ്രൈറ്റ്നസ് എന്തായാലും മാറ്റുന്നില്ല, കാരണം ബ്രൈറ്റ്നസ് ഇനി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ബാക്ക്ഗ്രൗണ്ട് വീണ്ടും ബേൺ ഔട്ട് ആവും. ഈ ബ്രൈറ്റ്നസ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് എന്താവും, ഷാഡോയിലേക്കാവും, സബ്ജക്റ്റ് ക്ലാരിറ്റി കുറയും. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഹൈലൈറ്റ്സ് ഞാൻ സെലക്ട് ചെയ്തു. ഹൈലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ എനിക്ക് കുറയ്ക്കണം. സോ ഹൈലൈറ്റ് ഞാൻ ബാക്കിലേക്ക് കുറച്ചു ലെഫ്റ്റ് സൈഡിലേക്ക് ജസ്റ്റ് പിക്ചറിൽ തൊട്ടിട്ടൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഫിംഗർ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഹൈലൈറ്റ് കുറയും. ഓക്കെ, സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ എനിക്ക് വീട്ടിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. സോ ഇനി എനിക്ക് വേണ്ട ഷാഡോസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റിന് കുറച്ചും കൂടി എന്ത് ചെയ്യണം, കുറച്ചും കൂടി പോപ്പായിട്ട് നിൽക്കണം, പോപ്പപ്പ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷാഡോസ് കുറച്ച് ഇൻക്രീസ് ചെയ്യണം. ഷാഡോസ് സെലക്ട് ചെയ്ത് ഷാഡോസ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഓവറായിട്ട് കൊടുക്കുന്നില്ല. ഇറ്റ്സ് ഇനഫ്. ഇനി ഇതിന്റെ വാമും സാച്ചുറേഷനും വേറെ ഒന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല. കുറച്ച് കോൺട്രാസ്റ്റ് വേണം ഫോട്ടോയ്ക്ക്, കുറച്ച് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ശരി കൊടുക്കുക. അപ്പോൾ നമ്മൾ പഴയ പോലെ നമ്മുടെ ബാക്കിലുള്ള വിൻഡോയിലേക്ക് വന്നു. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് നേരം പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഫോറും ആഫ്റ്ററും കാണാൻ പറ്റും. സോ ജസ്റ്റ് പിക്ചറിൽ കുറച്ച് നേരം നിങ്ങളുടെ ഫിംഗർ ടച്ച് ചെയ്ത് വെക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബിഫോറും ആഫ്റ്ററും കാണാം. ഓക്കെ, ബിഫോറിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ബാക്കിലുണ്ടായിരുന്ന ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാം പോയി, കുറച്ച് ഡീറ്റെയിൽസ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടി. സോ അടുത്ത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോഡലിന്റെ ഫേസിൽ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ, പിമ്പിൾസ് ഒക്കെ ഉണ്ട്, ചെറിയ ചെറിയ പാച്ചസ് ഒക്കെ ഉണ്ട്. അപ്പം ഇനി അത് മാറ്റണം. ആ പിമ്പിളും കാര്യങ്ങളും ഫേസ് ഒന്ന് സ്മൂത്തൺ ചെയ്യണം. അപ്പം അതിന് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൂൾസിൽ പോയിട്ട് ഇതിൽ ഹീലിംഗ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഹീലിംഗ് ടൂൾ സെലക്ട് ചെയ്യുക, ജസ്റ്റ് സൂമിൻ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് എവിടെയാണോ ആ പിമ്പിളുള്ളത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഇറ്റ്സ് ഗോൺ. അത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഹീലിംഗ് ബ്രഷ് സെലക്ട് ചെയ്യുക, എവിടേക്കാണോ പാച്ചസ് ഉള്ളത് നന്നായി സൂം ചെയ്ത് ആ പാച്ചിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള പിമ്പിൾ പോകും. വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണോ നമ്മൾ ഹീലിംഗ് ബ്രഷ് ടൂൾ ചെയ്യുന്നത് സെയിം എഫക്റ്റ് ആണ് ഇതിനും വരുന്നത്. കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാം പോയി. സോ ഞാൻ ഓവറായിട്ട് പിമ്പിൾസും പാച്ചസും എടുത്ത് കളയാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിന്റെ ആ നോർമൽ ലുക്കിന് വേണ്ടിയാണത്. സോ ഇതെനിക്ക് ആവശ്യത്തിന് മതി. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് ബ്രഷ് ടൂൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. സോ ഹീലിംഗ് ബ്രഷ് ടൂൾ എപ്പോഴും ഉപയോഗിക്കാൻ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, മാക്സിമം നമ്മുടെ ഫേസ് സൂം ചെയ്തിട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫേസിലുള്ള ഏരിയാസിനെ നമ്മുടെ സ്നാപ്സീഡ് പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സോ മാക്സിമം നിങ്ങൾ സൂം ചെയ്തിട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ അറിയാതെയൊക്കെ ലിപ്പിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ലിപ്പിന് ഒരു ഭാഗം പോയി. അപ്പോൾ ഇത് നമുക്ക് അൺഡു ചെയ്ത് വീണ്ടും എടുക്കാം. അതിന് താഴെയുള്ള ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആരോ ബട്ടൺ ഇല്ലേ, അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അൺഡു ആവും. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് വരാം. അപ്പോൾ ഇത് മതി. സോ ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസിന്റെ സ്മൂത്ത്നെസ് കൂട്ടണം, അതേപോലെ തന്നെ ഐസിന്റെ ക്ലാരിറ്റി കൂട്ടണം, പിന്നെ ഫേസിന് ഒരു സ്പോട്ട് ലൈറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ടൂൾസിൽ പോയി കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് പോർട്രേറ്റ് ഓപ്പൺ ചെയ്യും. സോ ഓൾറെഡി പോർട്രേറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഫേസ് സ്പോട്ട് ലൈറ്റ് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് സെലക്ഷൻ ഉണ്ട്. ഐസ് 2, കോംബോ 1, കോംബോ 2, കോംബോ 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബോ 1 സെലക്ട് ചെയ്യാം. നമുക്ക് നോക്കാം, എന്നിട്ട് ഇൻക്രീസ് ചെയ്ത് നോക്കാം സ്പോട്ട് ലൈറ്റ്. ഓക്കെ, കോംബോ 1 നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് സ്പോട്ട് ലൈറ്റ് ഏകദേശം 50 കൊടുത്തിട്ടുണ്ട്. 50 is enough. ആൻഡ് നടുക്കത്തുള്ള സെറ്റിങ്സ് കണ്ടില്ല, 3 ലൈൻസ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ സ്മൂത്തനിങ് വരും. സ്കിൻ സ്മൂത്തനിങ് ഇപ്പോൾ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് +20 കിടക്കുന്നത്. സോ ഞാനത് ഇൻക്രീസ് ചെയ്യാണ്, 45. സോ നിങ്ങളുടെ സ്കിൻ സ്മൂത്തൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോന്റെ ക്ലാരിറ്റിക്ക് അനുസരിച്ച് അവിടെ സ്കിൻ സ്മൂത്തൻ ചെയ്യും. ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി കുറവാണെങ്കിൽ സ്കിൻ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ കുറച്ച് മാത്രം ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ സ്കിൻ സ്മൂത്തൻ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തം ആൾക്കാർ അറിയും. സോ നമുക്ക് ആ ഒരു നോർമൽ ലുക്കിലേക്ക് എത്തിക്കാൻ സാധിക്കത്തില്ല. അതായത്
ആ പിക്ചർ ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്തൊരു ഫീൽ തോന്നും. സോ സ്കിൻ സ്മൂത്തനിങ് മാക്സിമം കുറച്ച് ചെയ്യുക. ഈ പിക്ചർ 5D Mark 3 എടുത്താണ്. സോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഏകദേശം ഒരു 61 is enough for me. സോ നമ്മളിപ്പോൾ എന്ത് സെറ്റിങ്സ്, അതായത് ഇപ്പോൾ പോർട്രേറ്റിൽ എന്ത് സെറ്റിങ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും സ്നാപ്സീഡ് ഈ ഫോട്ടോ പ്രോസസ്സ് ചെയ്തതിൻ്റെ ഫേസ് ഡിറ്റക്ട് ചെയ്ത് ഫേസിൽ മാത്രമേ ഈ സെറ്റിങ്സ് അപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ലൈഡേഴ്സ് മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് ഐ ക്ലാരിറ്റി കൂട്ടും. അതും ജസ്റ്റ് ഒരു സ്ലൈഡർ ഇൻക്രീസ് ചെയ്താൽ മതി ഐ ക്ലാരിറ്റി കൂട്ടാൻ. ഓവർ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. സോ ഒരു 55 ഓക്കെ, 55 നല്ല റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു. സോ നമുക്ക് ബിഫോറും ആഫ്റ്റർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ നമ്മുടെ ബിഫോർ ആഫ്റ്റർ, സോ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഓവർബ്ലോൺ ആയി പോയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ റെഡിയാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തത് ഫേസിലെ പിമ്പിൾസ് ഒക്കെ എടുത്ത് മാറ്റി, പിന്നെ ഫേസിന് ഒരു സ്പോട്ട് ലൈറ്റ് കൊടുത്തു. സ്കിന്ന് റീടച്ച് ചെയ്യാൻ വേണ്ടി, നമ്മൾ സ്കിൻ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി അതിന് സ്ലൈഡേഴ്സ് ചേഞ്ച് ചെയ്തു, അതിൻ്റെ ക്ലാരിറ്റി കൂട്ടി. ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഈ ഫോട്ടോയ്ക്കകത്ത് വീണ്ടും ഒരു പ്രശ്നമുണ്ട്. ഫേസിലെ കളറും ബോഡീൻ്റെ കളറും, അതായത് കൈയിൻ്റെയും വയറിൻ്റെയും കളറും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇതിനി നമുക്ക് എന്തായാലും മാറ്റാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും മാച്ച് ആയിരിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസിൽ പോയി ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് അതിന് 4 ബ്രഷ് നിങ്ങൾക്ക് കിട്ടും. ഡോഡ്ജ് ആൻഡ് ബേൺ, എക്സ്പോഷർ, ടെമ്പറേച്ചർ, സാച്ചുറേഷൻ. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ബ്രഷ് എക്സ്പോഷർ ബ്രഷാണ്. എക്സ്പോഷർ ബ്രഷ് സെലക്ട് ചെയ്ത് ജസ്റ്റ് അപ്പർ ആരോ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പോഷറിൻ്റെ വാല്യൂ കൂട്ടാം. ഇത് 0.3, 0.7, 0.1 ഒക്കെയാണ് വന്നിരിക്കുന്നത്, 1.0 ഒക്കെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് 0.3 മതി. സോ ആദ്യം സ്കിന്ന് മാച്ച് ചെയ്യേണ്ടത് നമുക്ക് വയറും ഫേസും ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വയറ് കുറച്ച് സൂം ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം ബ്രഷ് കൊണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡും ഫേസും തമ്മിലുള്ള സ്കിന്നിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതായത് സ്കിൻ ടോണ് ലെഫ്റ്റ് ഹാൻഡും ഫേസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, എക്സ്പോഷർ ഒന്നുകൂടി കൂട്ടണം. 0.7 ഇട്ടിട്ട് നമുക്കൊന്ന് അവിടെ ബ്രഷ് ചെയ്യാം. സോ വളരെ സിമ്പിളാണ് കണ്ടോ. ഞാനോ സൂം ചെയ്ത് ജസ്റ്റ്, ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ഈസി ആയിട്ട് വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടി ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ കുറച്ച് ഇങ്ങോട്ട് കൂടിപ്പോയി. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കുള്ള ആരോഗ്യം നീക്കി കഴിഞ്ഞ് ഇറേസർ കിട്ടും. ജസ്റ്റ് ഇറേസർ കൊണ്ട് അവിടെ നിന്ന് ഇറേസ് ചെയ്ത് കൊടുക്കും. ആൻഡ് അപ്പോൾ നമ്മുടെ സ്കിൻ എന്താക്കി, നമ്മൾ മാച്ച് ചെയ്തു, സ്കിൻ കളർ മാച്ച് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സാച്ചുറേഷൻ വേണം ഡ്രസ്സിന്. അതേപോലെ തന്നെ നമ്മുടെ മോഡലിൻ്റെ ഹെയറിന് കളറുണ്ട്, പക്ഷെ ഫോട്ടോയ്ക്ക് അത് പോപ്പപ്പായി നിൽക്കുന്നില്ല. സോ അതിനും കുറച്ച് എന്ത് വേണം, സാച്ചുറേഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പുറ സൈഡിൽ ബ്രഷ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാച്ചുറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. സാച്ചുറേഷൻ സെലക്ട് ചെയ്തു. സാച്ചുറേഷൻ സെലക്ട് ചെയ്ത് ഞാൻ ഫേസ് ഒന്ന് സൂം ചെയ്തു. ഹെയറിൻ്റെ അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഡിഫറൻസ് വരുന്നുണ്ടോ, സാച്ചുറേറ്റഡ് ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ലിപ്പ് സാച്ചുറേറ്റ് ചെയ്യാം, പക്ഷെ ഞാൻ ലിപ്പ് സാച്ചുറേറ്റ് ചെയ്യുന്നില്ല, ഹെയർ മാത്രം ഒന്ന് സാച്ചുറേറ്റ് ചെയ്തു. അവിടുത്തെ കളർ കുറച്ച് കൂടി. ആൻഡ് ഡ്രസ്സിന് കുറച്ച് സാച്ചുറേഷൻ വേണം, ഡ്രസ്സിൻ്റെ സാച്ചുറേഷൻ ഞാൻ കൂട്ടി. ഓക്കെ, ഇനിയും നമുക്ക് ഇതിനകത്ത് മാറ്റം വരുത്താം. കുറച്ചും കൂടി നമുക്ക് ഈ ഫോട്ടോ വേണമെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ മാനിപ്പുലേഷൻ നമുക്ക് നടത്താം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിനി ഈ സൈഡിൽ, അതായത് നമ്മുടെ ഓവറായിട്ട് ബ്ലോൺ ഔട്ട് ആയിട്ടുള്ള സൈഡിൽ കുറച്ചും കൂടി എന്ത് വേണം, മാച്ച് ചെയ്യണം. ഈ പുറത്തുള്ള ഭാഗം ഉള്ളിലുള്ള ഭാഗം മാച്ച് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എക്സ്പോഷർ ടൂൾ സെലക്ട് ചെയ്യും. എന്നിട്ട് മൈനസിലേക്ക് ആക്കും, അതായത് ഡൗൺവേർഡ്സ് ആരോ കൊടുത്ത് മൈനസിലേക്ക് എക്സ്പോഷർ ആക്കും.
എക്സ്പോഷർ ആക്കി ജസ്റ്റ് അവിടെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് സോ പെയിന്റ് ചെയ്ത് കൊടുത്തു. ഇറ്റ്സ് ഡൺ. സോ ഞാൻ ഓക്കെ കൊടുത്തു. സോ ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. ഒരുപാട് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കാൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനായിരുന്നു എന്ത് ലൈറ്റിങ് കൂടുതൽ, നമ്മുടെ ഷാഡോയിലായിരുന്നു നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ആണ് പോപ്പപ്പായി നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനൊരു സിനിമാറ്റിക് കളർ പാലറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കളർ ഗ്രേഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസിൽ പോയിട്ട് കേർവ്സ് സെലക്ട് ചെയ്യാം. കേർവ്സിൽ റൗണ്ട് ചിഹ്നം കണ്ടില്ലേ, അത് ഞെക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് RGB കളേഴ്സ് റെഡ്, ഗ്രീന്, ബ്ലൂ ഒക്കെ ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഞാൻ RGB ആണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ഷാഡോസ് വേണം. അപ്പം ഞാനൊരു 3 ഡോട്ട് ഈ ലൈനിൽ ഇട്ട് കൊടുക്കാം. 1 2 3. എനിക്ക് കുറച്ച് ഷാഡോസ് പുൾ ചെയ്യണം. ഒരു ഫെയ്ഡഡ് ലുക്ക് വരാൻ വേണ്ടി ഷാഡോസ് ഞാൻ കുറച്ച് പുൾ ചെയ്യണം. ഷാഡോസ് ഏറ്റവും താഴെ കുറച്ച് പുൾ ചെയ്ത് കൊടുക്കണം. ഒരു ഫെയ്ഡ് ലുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഫെയ്ഡ് ലുക്ക്, ഫേസിന് ഫെയ്ഡ് ലുക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ മിഡ് ടോൺസ് കുറച്ച് കുറയ്ക്കണം. അപ്പൊ ഞാൻ RGB ഇതാക്കി എക്സ്പോഷർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. കുറച്ച് ഒരു ഫെയ്ഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടി ഷാഡോസ് കുറച്ച് പുൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതായത് കേർവ്സ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒന്ന് കേർവ്സ് ട്രൈ ചെയ്ത് നോക്കുക. കേർവ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോന്റെ എൻറ്റയർ ലുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ കേർവ്സ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് ഞാൻ ബ്ലൂ ആണ് സെലക്ട് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു സിനിമാറ്റിക് ലുക്കാണ് കിട്ടേണ്ടത് ഞാൻ പറഞ്ഞു. ആ ലുക്കിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു റോസ്, അതായത് ഒരു പിങ്ക് ടോണാണ് ഫോട്ടോയ്ക്ക് കിട്ടേണ്ടത്. അപ്പം ഞാൻ ബ്ലൂ സെലക്ട് ചെയ്തു. ജസ്റ്റ് ഒരു 3 ഡോട്ട് ആ ലൈനിൽ ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് കണ്ടോ, ഒരു പിങ്കിഷ് ടൂൺ വരുന്നുണ്ടോ? Shadows. That's enough. So ഞാൻ ഓക്കെ കൊടുത്തു. ഇപ്പൊ നമ്മൾ ഫോട്ടോയ്ക്ക് ഗ്രേഡിങ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു പിങ്കിഷ് കളറിലേക്ക് നമ്മൾ ആ ഫോട്ടോയിൽ എത്തിച്ചിട്ടുണ്ട്. പിങ്കിഷ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി ടോൺ ആണ്. അതായത് കൂടുതലായിട്ടും ബ്യൂട്ടി ഷൂട്ട്സിന് ഉപയോഗിക്കുന്നതാണ് പിങ്ക് കളറ്. ഇപ്പൊ ബ്യൂട്ടി ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയെ കാണുവാണെങ്കിൽ ഇപ്പൊ നടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചില സോങ്ങിന്റെ സമയത്തൊക്കെ ഒരു പിങ്ക് ടോൺ ആയിരിക്കും നമ്മുടെ എന്തിന് ആ ഒരു വിഷ്വലിന്. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിങ്ക് ടോണ് ഒരു ബ്യൂട്ടി ടോണാണ്. ബ്യൂട്ടിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ടോണാണ് പിങ്ക് ടോൺ. അപ്പൊ അത് ആ സെയിം സെറ്റിങ്സ് തന്നെയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു പിങ്കിഷ് ടോണിലേക്ക് ഫോട്ടോ എത്തിച്ചു. അപ്പൊ നമ്മുടെ ബിഫോർ നമുക്ക് ആഫ്റ്റർ നോക്കാം. ഇതായിരുന്നു ബിഫോർ, ഇതാണ് ആഫ്റ്റർ. സോ ഒരുപാട് ചേഞ്ച് ഫോട്ടോയ്ക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ എൻറ്റയർലി ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട് താഴെ. അത് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി വേണമെങ്കിൽ ഒരു കോപ്പി സെലക്ട് ചെയ്യും, കോപ്പി ഉണ്ടാക്കാം, സേവ് കൊടുത്തു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എക്സ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിനും ഫോർമാറ്റിലും എന്ത് ചെയ്യാം, ഫോട്ടോ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇപ്പം എനിക്കിതിൻ്റെ ഒരു കോപ്പി മാത്രം മതി. സോ ഞാൻ സേവ് കൊടുക്കുകയാണ്. സോ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെറ്റിങ്സും ഇതിനകത്ത് യൂസ് ചെയ്തതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കർവ് ടൂൾസ് ഉപയോഗിച്ചില്ലെങ്കിലും ജസ്റ്റ് ആ പോർട്രേറ്റും ആ ബ്രഷ് ടൂളും ഒന്ന് ഉപയോഗിച്ച് നോക്കുക, യൂസ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഡ്യൂറേഷന്റെ കാര്യം. എന്നറിയത്തില്ല, ഇന്നും ഡ്യൂറേഷൻ നല്ല കൂടിപ്പോയി. നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് എന്ത് ചെയ്യാം, ഡ്യൂറേഷൻ കുറയ്ക്കാൻ പറ്റുമോ നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ടൈം എടുക്കും. 5-10 മിനിറ്റും കൊണ്ട് ഈസി ആയിട്ട് ചെയ്തു തരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ്
വീഡിയോ ഇത്ര ഡ്യൂറേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം കണ്ടിട്ട് ഏതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. അപ്പോൾ ബൈ ബൈ ഗൈസ്.